പൗരബോധത്തിന്റെ പാഠങ്ങൾ പഠിച്ച് കുരുന്നുകൾ. അടൂർ ലിറ്റിൽ വേൾഡ് നഴ്സറിയിലെ കുരുന്നുകളാണ് റോഡ് നിയമപാലനത്തിന്റെ പാഠങ്ങൾ പോലീസിന്റെ സഹായത്തോടുകൂടി പഠിച്ചത്. അടൂർ പോലീസിന്റെ സഹകരണത്താൽ നടപ്പിലാക്കിയ പരിപാടിയിൽ 15 കുരുന്നുകളാണ് റോഡ് നിയമങ്ങൾ റോഡിലിറങ്ങി പഠിച്ചത്. പൗരബോധം ബാല്യം മുതൽ അറിയേണ്ടതും ആചരിക്കേണ്ടതുമാണ്. കുരുന്നു മനസ്സിലെത്തുന്ന പൗരബോധത്തിന്റെ ബാലപാഠങ്ങൾ ജീവിതമങ്ങറ്റം അനുവർത്തിക്കപ്പെടും. കുരുന്നുകൾക്ക് റോഡ് മര്യാദകളുടെ പാഠങ്ങൾ പുസ്തകങ്ങളിലൂടെ മാത്രമല്ലാതെ പഠിപ്പിക്കുകയാണ് അടൂർ ലിറ്റിൽ വേൾഡ് നഴ്സറിയിൽ. സീബ്ര ലൈനിലൂടെയുള്ള റോഡ് മുറിച്ചു കടക്കൽ മുതൽ റോഡിൽ പുലർത്തേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ അധ്യാപകർ പറഞ്ഞും ചെയ്യിപ്പിച്ചും കുരുന്നുകളെ പഠിപ്പിച്ചു. ട്രാഫിക് നിയമങ്ങൾ തീർച്ചയായിട്ടും പഠനത്തിൻ്റെ ഒരു വിഷയമാക്കേണ്ടതാണ്. അത് ചെറുപ്രായത്തിൽ മുതൽ നമ്മൾ എപ്പോഴും ട്രാഫിക് എന്ന് പറയുന്നത് 3 ലൈറ്റ്സിൽ മാത്രം ഒതുങ്ങി പോകാറുണ്ട്. റെഡ്, യെല്ലോ, ഗ്രീൻ, ഈ 3 കളർ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്നു, നമ്മൾ ട്രാഫിക് നിയമം പഠിച്ചു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, ഇതൊന്നും തന്നെ നമ്മുടെ പാഠ്യപുസ്തകങ്ങൾ ഒതുങ്ങി നിൽക്കേണ്ടതല്ല. അവരെ പ്രാക്ടിക്കലായിട്ട് തന്നെ നമ്മൾ കാണിക്കേണ്ട. പലപ്പോഴും ഇവിടുത്തെ ഒരു കുട്ടികൾ പോലും ഇതുവരെയും സീബ്ര ക്രോസിങ്ങിൽ നടന്നിട്ടില്ല, ആദ്യമായിട്ടാണ് അവർ നടക്കുന്നത്. അപ്പോൾ ഇത്തരം പാഠ്യരീതികൾ കൊണ്ടുവരേണ്ടത് സമൂഹത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. കാരണം ഇന്ന് ഇവർ വന്ന് നാളത്തെ യുവതലമുറയാണ്. അവർ സ്പീഡിൽ ഓടിക്കരുത്, അവർ നിയമങ്ങൾ പാലിക്കണം എന്ന് ഇപ്പോഴേ അവരുടെ മനസ്സിൽ പതിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാലയത്തിന് വെളിയിലുള്ള പാഠ്യപദ്ധതിയിൽ രക്ഷിതാക്കൾക്കും സംതൃപ്തി. കുട്ടികൾക്കൊരു പ്രാക്ടിക്കൽ നോളജ് എന്ന രീതിയിൽ അവരെ റോഡിലേക്ക് ഇറക്കുക, അവർ എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അത് മാത്രമല്ല, നമ്മളെ സേവിക്കുന്ന, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേര് വെളിയിലുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുകയും അവരെ ഒന്ന് അക്നോളജ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ഈ റിപ്പബ്ലിക് ഡേക്ക് തോന്നുന്നത്. അടൂർ പോലീസുമായി സഹകരിച്ചായിരുന്നു കുരുന്നുകളുടെ പഠനം. പോലീസ് അങ്കിളുമാരുമായി റിപ്പബ്ലിക് ദിനാഘോഷത്തിലും കുരുന്നുകൾ പങ്കെടുത്തു. ജനം, പത്തനംതിട്ട.